അധികാരം അറിയാതെയായിരുന്നു കല്യാണം. ക്ഷണിക്കാത്തതിൽ പലരും പരിഭവം പറഞ്ഞെന്നേ. സത്യം പറഞ്ഞാൽ ഞങ്ങള് പോലും അറിഞ്ഞില്ല. എല്ലാവരുടെയും പരാതിയും പരിഭവം ഒക്കെ തീർക്കാൻ പോവാ. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ്. ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ. നീ എന്താടി കരുതിയത്? എന്റെ മകന്റെ താലി കഴുത്തിലിട്ട് ആർക്കോ പിറന്നൊരു കുഞ്ഞിനെയും കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ സത്യഭാമ മിണ്ടാതെ നോക്കി നിന്നത് നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഇലയിട്ട് സൽക്കരിക്കുമ്പോ സാമ്പാർ വിളമ്പാനാണെന്നാണോ? ഇവളെ കൊല്ലണോന്ന് ഞാൻ പ്ലാൻ ചെയ്തതേ തെറ്റ്. ആ കല്യാണം കാണാൻ ഇവൾ ജീവനോടെ ഉണ്ടാവണം. അതിന്റെ വേദനയിൽ ഉരുകി ഉരുകി വേണം ഇവള് ചാവാൻ. അതിലും വലിയൊരു ശിക്ഷ ഇവൾക്ക് കിട്ടാനില്ല. സത്യഭാമേ, നിങ്ങൾ തകർത്തു. എ ബിഗ് സല്യൂട്ട് ടു യു. ക്ഷണിക്കും ഞാൻ. എല്ലാവരും എത്തിയേക്കണം. അല്ല ഭാമേ, അതങ്ങനെ ശരിയാവും? വിഷ്ണുവിന്റെ ആദ്യ ബന്ധത്തിന്റെ ഡിവോഴ്സ് വാങ്ങിച്ചില്ലല്ലോ, പിന്നെ അങ്ങനെ രണ്ടാമതൊരു ബന്ധം? അത് കേസാവില്ലേ? കേസാവണം രാഘവേട്ട. അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. കേസാവണം. അത് കോടതിയിലെത്തണം. ബന്ധം വേർപിരിയാതെ എന്റെ മകനൊരു വിവാഹം കഴിക്കുന്നത് കുറ്റമാണോന്ന് എനിക്കൊന്നും അറിയണം. നിയമപരമായ കുറ്റം തന്നെ ഭാമേ. ബന്ധം വേർപിരിയാതെ മറ്റൊരുത്തനെ വിവാഹം കഴിക്കുന്നതും അതിലൊരു കുഞ്ഞുണ്ടാവുന്നതും കുറ്റമല്ല, അല്ലേ രാഘവേട്ട? ചോദിക്കാൻ വരുന്നവരെ കോടതിയിൽ നിർത്തി തൊലിയൊരുക്കും ഞാൻ. കളക്ടർ ആണെങ്കിലും കമ്മീഷണർ ആണെങ്കിലും. സത്യഭാമയെ പറയുന്നത്. സത്യഭാമ. എല്ലാവരെയും ഞാൻ വീട്ടിൽ തന്നെ വന്ന് വിളിക്കും. കുടുംബം അടക്കം എല്ലാവരും വന്നേക്കണം കേട്ടോ. വിഷ്ണുവേട്ടൻ ഈ ജന്മം ഒരാളുടെ കഴുത്തിലെ താലി കെട്ടു എന്ന പൂർണ്ണ വിശ്വാസം നിനക്കുണ്ട്. അതുകൊണ്ട് സത്യയുടെയും പപ്പിയുടെയും ബർത്ത്ഡേ ഒന്നിച്ച് തന്നെ ആഘോഷിക്കും. അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ, അല്ലേടി?
ആശാനെ ചെല്ല ആശാനെ. ശാലിനി, എടോ ഇയാൾ സത്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ലേ ഉള്ളൂ. താനിങ്ങനെ സങ്കടപ്പെടല്ലേ? എന്റെ ചങ്ക് പൊള്ളുക താനിങ്ങനെ സങ്കടപ്പെടുമ്പോ. ഞാൻ ഇനി എന്ത് സത്യം പറയേണ്ടത്? സത്യയുടെ കാര്യം ഈ വീട്ടിലെ കുഞ്ഞ് തന്നെയാ സത്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ? സത്യമേട അതേ ചോര. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ തുറന്നു പറയാ? ചങ്ക് തുറന്നു കാട്ടാൻ പറ്റും? എന്നെയല്ലേ വിശ്വാസമില്ലാത്തത്? എടോ പക്ഷെ ഏട്ടത്തിമ്മ പറഞ്ഞത് ശരിയല്ല ആശാനെ. ഏട്ടത്തിമ്മ വിശ്വാസം വേണമായിരുന്നു ആശാനെ. ഒന്നും ചോദിക്കും പറയും ചെയ്യാതെ ആശാനെ ചാടിക്കറി കല്യാണം കഴിച്ചത്. എടാ കമല, അത് അങ്ങനെയൊന്നും അല്ല. വിഷ്ണു, എടാ ഡാ, കാർത്തികൻ നിന്നെ അന്വേഷിക്കുന്നു. ഡാ, നീ കഴുത്തിൽ താലി കെട്ടിയ ഭാര്യ. അതിനേക്കാൾ വലുതായിട്ട് ആരാടാ നിനക്ക്? ഒരിക്കൽ നിന്നെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ട് പോയവളാ. ഡാ, നിന്നെ ഒരാളെ മാത്രം വിശ്വസിച്ചിട്ടാ അനാഥയായി ഇവള് നിന്റെ കൈ പിടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. വിഷ്ണുട്ട പൊയ്ക്കോ. വിശ്വസിക്കാനും കാത്തിരിക്കാനും ഒക്കെ എന്നെക്കാൾ അവകാശപ്പെട്ടവര് അകത്തുണ്ട്. ശാലിനി, വിഷ്ണു, ഒന്നിങ്ങോട്ട് വാടാ. കമല, നീ ഫംഗ്ഷന് വന്നതാണോ അതോ? ഞാൻ ദേ പോയി സത്യമേ. ഓരോ വാനരന്മാർ ഇറങ്ങിക്കോളും. ശാലിനി, എന്റെ കൊച്ചുമകൾ പപ്പിയുടെ ബർത്ത്ഡേ. അവൾ ഒരാഗ്രഹമേ പറഞ്ഞുള്ളൂ. അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണമെന്ന്. അതെ, ആ കുട്ടി ഏതാ എന്താണെന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. അവളുടെ അച്ഛനോ അമ്മയോ കുലമോ മഹിമയോ ഒന്നും. അവളെ വിളിച്ചപ്പോ അവള് പറഞ്ഞു അവളുടെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണെന്ന്. രണ്ടുപേരും കൂട്ടുകാരായപ്പോ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാന്ന് ഞങ്ങള് വിചാരിച്ചത് സാമാന്യ മര്യാദ. കൊച്ചുകുട്ടിയല്ലേ, പരിചയമില്ലാത്ത വീട്ടിലേക്ക് അമ്മയും വരുന്നത് സ്വാഭാവികം. അതെ, പപ്പി എന്താഗ്രഹിച്ചാലും ഞാനത് സാധിച്ചു കൊടുക്കും. അതില് അസ്വാഭാവികതയായിട്ടൊന്നുമില്ല. ഈ സത്യഭാമയുടെ കൊച്ചുമോളല്ലേ അവള്. അവളുടെ ആഗ്രഹം പോലെ അവളുടെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന നിന്നോടെനിക്ക് വളരെ നന്ദിയുണ്ട്. അതെ, കൂട്ടത്തിൽ എന്റെ മകന്റെ വിവാഹ ചടങ്ങിന്റെ കാര്യം ഞാൻ അറിയിച്ചത് നീ കേട്ടു കാണുമല്ലോ. ഇല്ലെങ്കിൽ ഒരു വട്ടം കൂടി ഞാൻ പറയാം. അടുത്തയാഴ്ചയാണ് അവനും കാർത്തികയുമായുള്ള വിവാഹം.
ആ, ശരിക്കും വിവാഹം കഴിഞ്ഞതാ. എല്ലാവരുടെയും സൗകര്യത്തിന് ചടങ്ങുകൾ ഒന്നുകൂടി നടത്തുന്നേ ഉള്ളൂ. ഒരു ചടങ്ങിന് ക്ഷണിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുമ്പോ പപ്പിമോള് ചിലപ്പോ പറഞ്ഞെന്നിരിക്കും നിന്റെ മോളെയും ക്ഷണിക്കാൻ. അങ്ങനെ പറഞ്ഞെങ്കി നിന്റെ മോളുടെ കൂടെ നിനക്കും വരാം. ആ, പപ്പിമോളുടെ പിറന്നാളിന് വന്നവർക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോകാം. വാ മോളെ. വാ. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ്. അമ്മേ, അമ്മ ഇവിടെ നിൽക്കുക. അവിടെ എല്ലാം തെരഞ്ഞു ഞാൻ. നമുക്ക് പോവാം മോളെ. ഇപ്പോഴേ പോണോ അമ്മേ? എപ്പോഴായാലും പോണ്ടേ മോളെ. കുഞ്ഞേച്ചി, ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട മോളെ, വയറ് നിറഞ്ഞു. ഇവൾക്ക് പോകുന്ന വഴി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് വേണ്ട അമ്മേ. കേക്ക് കഴിച്ച് വയറ് നിറഞ്ഞു. നല്ല ഉറക്കം വരുന്നുണ്ട്. അതെന്താ ഈ സമയത്ത് നീ ഉറങ്ങുന്നതല്ലോ? അത് മധുരം കൂടുതൽ കഴിച്ചോണ്ടായിരിക്കും. മോള് കാറിലിരുന്ന് ഉറങ്ങിക്കും. പപ്പി മോളോട് ടാറ്റ പറ. ടാറ്റ. പോയിട്ട് വരാം പപ്പി. വരണേ. പോട്ടെ പപ്പി. ടാറ്റ. ടാറ്റ. കോളെ പപ്പി. ദാ വരുന്നു. ദാ വരുന്നു സത്യമേ. കുഞ്ഞേച്ചി, എന്തടി? അവരെ കണ്ടപ്പോ ഞാൻ നമ്മുടെ കുട്ടിക്കാലം ഓർത്തുപോയി കുഞ്ഞേച്ചി. എന്ത് സ്നേഹമായിരുന്നു നമ്മൾ തമ്മിൽ. ഇപ്പോ തികച്ചും അപരിചിതരെ പോലെ. അപരിചിതരല്ല, അതിഥികൾ. അതിഥികളായി വന്നവരെല്ലാം മടങ്ങിയേ പറ്റൂ. മടങ്ങണം. മനസ്സിൽ വെക്കാതെ മായ്ച്ചു കളഞ്ഞേക്ക് കുഞ്ഞേച്ചി. അമ്മേ, എന്താ മോളെ? ഉറക്കം വരുന്നു അമ്മേ. വാ കിടന്നു. വാ കിടക്ക്. മോൾ ഉറങ്ങിക്കോ. ഒന്നും ആലോചിക്കണ്ട, ഉറങ്ങിക്കോ.
ഈശ്വര, ഈ പോക്കത്ര ശരിയല്ലല്ലോ. വിഷ്ണുവേട്ടന്റെ മനസ്സാകെ വെന്തിരിക്കുക. ഇതെന്തെങ്കിലും നടപടിയാവുന്ന കേസാണോ സരോജ മെമ്പറെ? എനിക്ക് തോന്നുന്നില്ല. അല്പം ക്ഷമ കാണിക്കു വിക്ടറേ. സർക്കാർ കാര്യമെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാ. ദേ, മുക്കുവ പിള്ളേർക്ക് കടലിൽ പോവാതെ 4 ക്ലാസ് പഠിക്കുന്നതിനോടൊപ്പം ഒരു വരുമാനമാവുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വള്ളത്തിൽ പോലും പോവാതെ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇതിപ്പം നടന്ന് എന്റെ ചെരുപ്പ് ചെയ്യുന്നതല്ലാതെ കാര്യമൊന്നും നടക്കുന്നുമില്ല. നിന്റെ ചെരുപ്പ് കുറച്ച് തേഞ്ഞോട്ടെ. വള്ളത്തിൽ പോകുമ്പോ നീ നടക്കുന്നൊന്നുമില്ലല്ലോ. അതിന് പരിഹാരമാണെന്ന് കൂട്ടിക്കോ. ഹരീഷ് സാർ അവിടെ ഡെപ്യൂട്ടി കളക്ടർ സജി സാറുമായിട്ട് ഇക്കാര്യമല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. സാറ് വന്നിട്ടൊരു തീരുമാനം പറയും. ഹരീഷ് സാറോ? അവനേക്കാരാ സാറാക്കിയത്? ആ ബാലേന്ദ്രന്റെ ചിങ്കടിയായിട്ട് കളസവും കഴുകി നടന്നവനാവൻ. ആരും ആവട്ടെ, നമുക്കിപ്പോ നമ്മുടെ കാര്യം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. കോളനിയിലെ കുഞ്ഞുങ്ങൾക്കും എന്തൊക്കെയായാലും സ്കൂളിന്റെ പടി ചവിട്ടാലോ എന്ന് കരുതിയാ ഞാനിതിന്റെ പിന്നാലെ നടക്കുന്നേ. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഹരീഷ് സാറിനൊക്കെ ഒരുപാട് വലിയ കമ്പനികളുമായിട്ട് ബന്ധമുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള വിവരമുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്യല്ലോ. പിള്ളേർക്ക് ഗുണമുണ്ടാവുന്ന കാര്യമായതുകൊണ്ടല്ല അവനൊക്കെ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. 4 കാശ് എവിടെ നിന്നെങ്കിലും കക്കാലോ എന്നുള്ളത് കൊണ്ടാ അവനൊക്കെ ഇതിന്റെ പേരില് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് മാതാവിനറിയാം. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഹരീഷേ. ഇതിൽ നിന്ന് നിനക്ക് നല്ല കൊള്ള ലാഭമുണ്ട്. സജി സാറേ, അത് ശാലിനി മേഡം പ്ലാൻ ചെയ്ത ഏണിംഗ് മെമ്പർ പദ്ധതി സതുദ്ദേശപരമാ. കടപ്പുറത്തും കോളനിയിലും ഒക്കെ സ്കൂളിൽ അയക്കാതെ ദിവസ ജോലിക്ക് കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊരു വരുമാനം. സ്കൂളിൽ പഠിച്ചിട്ട് വരുമ്പോ ദിവസക്കൂലി പോലൊരു തുക കയ്യിലിരുന്ന ഏത് അച്ഛനമ്മമാരാ ഇന്ന് മക്കളെ സ്കൂളിലേക്കകത്ത്? പക്ഷെ അതിന്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പരിപാടി നീ കൂട്ടിച്ചേർത്തപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അതിന് പിന്നൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന്. അയ്യോ, അതിന് പിന്നിൽ എന്തോന്ന് ഹിഡൻ അജണ്ട? പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല ഭക്ഷണം കിട്ടിക്കോട്ടെ എന്ന സതുദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ. എന്തോന്ന് സതുദ്ദേശം? പഴയ പോലെ കഞ്ഞിയും പയറൊന്നും അല്ല ഇപ്പൊ സ്കൂളിൽ വിളമ്പുന്നത്. അവിയലും പരിപ്പ് കറിയും തോരനും എരിശ്ശേരിയും സോയയൊക്കെ കൂടിയുള്ള ഒന്നാന്തര ഊണ. പോരെങ്കിൽ പാലും മുട്ടയടക്കമുള്ള പോഷകാഹാരങ്ങളുണ്ട്. ഇതിനിടയിൽ എന്തിനാ ഒരു സ്വകാര്യ കമ്പനി വന്ന് ഈ കുട്ടികൾക്ക് മാത്രം പ്രത്യേകം ഭക്ഷണ പാക്കറ്റ് കൊടുക്കുന്നത്? സാറേ, 10 പൈസയുടെ ലാഭം ഉദ്ദേശിച്ചല്ല അവര്. നീ പറയുന്നു അവരുടെ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയാണെന്നും മാർക്കറ്റിൽ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണെന്നും. അത് തന്നെയാ സാറേ ശരി. പക്ഷെ നടക്കത്തില്ല ഹരീഷേ. നീ കൊണ്ടുവന്ന ഈറ്റയുടെ എന്ന ഈ കമ്പനിയെ പറ്റി ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ഷവർമ പോലുള്ള ജങ്ക് ഫുഡൊക്കെ കൊടുത്ത് ആളെ കൊന്നിട്ടുള്ള കമ്പനിയാ അത്. സർക്കാരിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതൊന്നും ഈ പദ്ധതി ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ പദ്ധതിയിൽ ഒരു ജില്ലാ ഭരണകൂടത്തിന് ഒരു കാര്യസ്ഥന്റെ റോൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ കളക്ടർ മേഡം പറഞ്ഞത്? അപ്പോ പുറത്തുനിന്നുള്ളവരുടെ പങ്കാളിത്തം ആകാമല്ലോ എന്ന് കരുതി ആളെ കൊല്ലുന്ന കമ്പനിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കാൻ പറ്റുമോ കാര്യസ്ഥന്? സാറിന്റെ സംശയങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പോ തൽക്കാലം ഒന്ന് കണ്ണടക്കി. സാറിന് വേണ്ടത് തടയും. ഹരീഷേ, ഞാൻ ഹരിചന്ദ്രനാണെന്നും പറയുന്നില്ല. പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഞ്ഞിയിൽ വിഷം കലക്കുന്ന പോലുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല. ശാലിനി മേഡം കളക്ടറായി വന്നതിന് ശേഷം എനിക്കും കുറച്ചൊക്കെ കണ്ണു തുറന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ സാർ ഒപ്പിടാതെ ഈ പദ്ധതി നടക്കുകയേയില്ല. പദ്ധതി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് കരിമ്പട്ടിയപ്പെട്ട ഈ കമ്പനിയെ മാറ്റണം. അല്ലാതെ സാർ ഒപ്പിടില്ല? ഇല്ല. എന്നാലേ ആ വരാന്തയിൽ നിൽക്കുന്ന കടപ്പുറംകാരോടും കോളനിക്കാരോടൊക്കെ പറഞ്ഞേക്ക് ഏണിംഗ് മെമ്പർ പ്രോജക്റ്റിന്റെ ഫയല് സാർ ഒപ്പിടില്ലെന്ന്. എനിക്ക് അവരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശാലിനി മേഡമാണ് എന്റെ ബോസ്. സൈസാറ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് സാറിന്റെ പോക്കറ്റിന്റെ അടുത്ത് വരെ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയില്ല സാറേ. 1ഉം 2ഉം അല്ല, ലക്ഷങ്ങളാ തടയുന്നത്. ശാലിനി മേഡം ഒന്നും അറിയാൻ പോകുന്നില്ല. പദ്ധതിയൊക്കെ അതിന്റെ വഴിയേ അങ്ങ് നടന്നോളൂ. ഹരീഷേ, ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നിന്ന് എന്റെ സമയം മെനക്കെടുത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് നിന്നെ ഞാൻ പിടിപ്പിക്കും. ഇനി എന്താ ചെയ്യാ? വഴിയുണ്ട്. ഒരു വള്ളം നിറയെ മീൻ പിടിക്കാൻ ഇത്രയും നേരം വേണ്ട കേട്ടോ. നിനക്ക് എപ്പോഴും ഈ മീൻപിടുത്തത്തിന്റെ കാര്യം ഉള്ളോ വിക്ടറേ? വള്ളവും വലയായിട്ടേ കടലിലേക്കൊന്ന് ഇറങ്ങി നോക്ക്. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. വലയായിട്ട് പോയ മുക്കവും വരുന്നുണ്ട്. മീൻ എന്തെങ്കിലും തടഞ്ഞോ ആവോ?
എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ.